കൗമാരപ്രായത്തിൽ എത്തുന്നതിന് മുൻപേ സഹോദരിമാരായ പേരമക്കളെ പീഡിപ്പിക്കുകയും പീഡനത്തിന് ഇരയായ പെൺകുട്ടികളിൽ ഒരാൾ ജീവനൊടുക്കുകയും ചെയ്തിട്ടും തെല്ലും കൂസലുണ്ടായില്ല കുണ്ടറയിലെ നരാധമനായ ആ മുത്തച്ഛന്. കൊല്ലത്തെ പ്രമുഖ അഭിഭാഷകന്റെ ഗുമസ്തനും സഹായിയുമൊക്കെയായി ദീർഘകാലം പ്രവർത്തിച്ചതിന്റെ പരിചയസമ്പത്ത് മതി താൻ പ്രതിയായേക്കാവുന്ന കേസ് തേച്ചു മായ്ച്ചു കളയാൻ എന്നായിരുന്നു അയാളുടെ ധാരണ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായെന്ന് വ്യക്തമായിട്ടും പോലീസിനെ പോലും വരുതിക്ക് നിർത്തി കുറെ കാലം സുരക്ഷിതമായി നടക്കാനും അയാൾക്കായി. പരാതിയുമായി പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങിയ ആ പിതാവിനും മാധ്യമങ്ങൾ ഇടപെടുന്നത് വരെ നീതി അകലെയായിരുന്നു. ഒടുവിൽ പെരിനാട് സ്വദേശിയായ 72 വയസ്സുകാരനായ പ്രതിക്ക് കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് ശിക്ഷ വിധിച്ചത്. മരണം വരെ ജയിലിൽ കഴിയണം. പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ അനുസരിച്ചാണ് 3 ജീവപര്യന്തം, വയോധികന് 3 ജീവപര്യന്തവും 10 വർഷം കഠിന തടവുമാണ് ശിക്ഷ വിധിച്ചത്. പ്രകൃതി വിരുദ്ധ പീഡനത്തിനാണ് 10 വർഷ കഠിന തടവ്, 40,000 രൂപ പിഴയും വിധിച്ചു. ഇത് അതിജീവിതയുടെ മാതാവിന് കൈമാറണം. ശിക്ഷകൾ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. 2017 മാർച്ചിൽ കുണ്ടറ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 39 സാക്ഷികളിൽ ഏറെ പേരും കൂറുമാറിയെങ്കിലും ജീവനൊടുക്കിയ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ശരീരത്തിലെ 21 മുറിവുകളും അതിജീവിതയായ പെൺകുട്ടി കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയുമാണ് നിർണായകമായത്. പെൺകുട്ടികൾ നിരന്തരം ലൈംഗിക വൈകൃതത്തിന് ഇരയായിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. പെൺകുട്ടി ജീവൻ ഒടുക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. സഹോദരിമാരിൽ ഒരാൾ ജീവൻ ഒടുക്കിയതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മൂത്ത മകളും പീഡനത്തിന് ഇരയായതായി സംശയമുണ്ടെന്നും കാട്ടി പിതാവ് നൽകിയ പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചത്. ഡിവൈഎസ്പി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ 5-ാം ദിവസം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയുടെ ഭാര്യയും മരിച്ച കുട്ടിയുടെ സഹോദരി മൊഴി നൽകിയതോടെയാണ് അറസ്റ്റ് നടന്നത്. മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്ന വിധിയാണെന്നാണ് കുട്ടികളുടെ പിതാവ് പ്രതികരിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഷുഗു സി തോമസ് ഹാജരായി. പ്രതിയെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. പ്രതിക്ക് തക്ക ശിക്ഷ കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടതായിരുന്നു കേസിന്റെ അന്വേഷണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഡിവൈഎസ്പി ബി കൃഷ്ണകുമാർ പറയുന്നു. കോടതിയിലെ വിചാരണയ്ക്കിടെ മരിച്ച കുട്ടിയുടെ അമ്മയും സഹോദരിയും കൂറുമാറിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ മജിസ്ട്രേറ്റിനെ സാക്ഷിയാക്കി. മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയും വൈദ്യപരിശോധന തെളിവുകളുമാണ് കേസിൽ നിർണായകമായതും പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ സഹായിച്ചതും. കേസ് കോടതിയിൽ എത്തിയതോടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് അപേക്ഷ നൽകി. തുടർന്ന് ഓച്ചിറ അനിൽകുമാറിനെ പ്രോസിക്യൂട്ടറായി നിയമിച്ചു. കോവിഡ് ആയതോടെ വിചാരണ വൈകി. വിചാരണക്കാലത്ത് പ്രതിയുടെ ഭാര്യ മരിച്ചു. പിന്നീട് കേസ് കൊല്ലം കോടതിയിൽ നിന്ന് കൊട്ടാരക്കര പോക്സോ അതിവേഗ കോടതിയിലേക്ക് മാറ്റി. ഓച്ചിറ അനിൽകുമാർ ഒഴിഞ്ഞപ്പോഴാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഷുഗു സി തോമസിനെ കോടതി നിയമിച്ചത്. കേസിൽ വിചാരണ നടക്കുമ്പോൾ പെൺകുട്ടിയുടെ 20 വയസ്സ് കഴിഞ്ഞ സഹോദരിയും അമ്മയും മുത്തച്ഛനെ രക്ഷിക്കാൻ പ്രതിഭാഗം സമ്മർദ്ദത്തെ തുടർന്ന് മൊഴി മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നീതിയുടെ മാർഗം മുടക്കാൻ അതൊന്നും മതിയാകുമായിരുന്നില്ല. അനുകൂലമാകേണ്ടിയിരുന്ന മൊഴിയും തെളിവുകളും എതിരായപ്പോഴും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഷുഗു സി തോമസ് പതറിയില്ല. നിഷേധിക്കാനാവാത്ത വസ്തുതകൾ നീതിപീഠനത്തിന് മുന്നിൽ നിരത്തിയതോടെ പ്രതിക്ക് കഠിന ശിക്ഷ വിധിക്കാൻ കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയ്ക്ക് തടസ്സങ്ങളുണ്ടായില്ല. കൊല്ലം കോടതിയിൽ വിചാരണ തുടങ്ങേണ്ടിയിരുന്ന കേസിൽ ആദ്യം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിതനായത് അഡ്വക്കേറ്റ് ഓച്ചിറ അനിൽകുമാറാണ്. എന്നാൽ സാക്ഷികളെല്ലാം കൂറുമാറാൻ പ്രതിഭാഗം അഭിഭാഷകൻ നടത്തുന്ന നീക്കം നേരത്തെ പ്രതിയുടെ അഭിഭാഷകന്റെ ജൂനിയർ ആയിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ മനസ്സിലാക്കി. ഇതോടെ തിരിച്ചടി ഭയന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്മാറി. പിന്നീടാണ് കേസ് വേഗത്തിൽ തീർക്കാൻ കൊട്ടാരക്കര അതിവേഗ കോടതിയിലേക്ക് മാറ്റിയതും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് ഷുഗു സി തോമസ് നിയമിതനാകുന്നത്. പോക്സോ കേസിൽ വിചാരണ വൈകുമ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയായി കൂറുമാറും കുണ്ടറ കേസിലും സംഭവിച്ചിരുന്നു. മരണമടഞ്ഞ പെൺകുട്ടി മരിക്കുന്നതിന് തൊട്ടു മുൻപും ലൈംഗിക ചൂഷണത്തിന് ഇരയായിരുന്നുവെന്ന് മെഡിക്കൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ മുത്തച്ഛന്റെ പങ്ക് കോടതിയിൽ വാദിച്ചുറപ്പിക്കാനും പബ്ലിക് പ്രോസിക്യൂട്ടർക്കായി. കുട്ടി മരിച്ച വീട്ടിൽ മറ്റൊരു പുരുഷന്റെ സാന്നിധ്യം ഇല്ലായിരുന്നുവെന്ന് സ്ഥാപിക്കാനും കഴിഞ്ഞു. ഒരു തവണയല്ല, പല തവണ കുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായിരുന്നു എന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചുറപ്പിച്ചു. വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ഞാൻ ഈ ലോകത്ത് നിന്ന് പോകുന്നുവെന്നായിരുന്നു ആത്മഹത്യാക്കുറിപ്പ്. വീട്ടിൽ മുത്തച്ഛന്റെ പീഡനങ്ങളല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. മരിച്ച കുട്ടി മാത്രമല്ല, സഹോദരിയും പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന കണ്ടെത്തലുകളും പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സ്ഥാപിക്കാനായി. സാക്ഷികളെ കൂറുമാറ്റാൻ പ്രതിഭാഗം അഭിഭാഷകൻ നടത്തുന്ന നീക്കമറിഞ്ഞ പല അഭിഭാഷകരും കേസ് ഏറ്റെടുക്കാൻ താല്പര്യം കാണിക്കാത്തിടത്താണ് ഷുഗു സി തോമസ് ആർജവത്തോടെ മുന്നോട്ട് വന്നത്. പോലീസ് മൂടിവെച്ചിട്ടും മാധ്യമങ്ങൾ കൊണ്ടുവന്ന വാർത്തയിൽ പോലീസിന് പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും വിചാരണ കൃത്യമായി നടത്തി കുറ്റകൃത്യം തെളിയിച്ചെടുത്ത അഡ്വക്കേറ്റ് ഷുഗു സി തോമസിന്റെ ടീമിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. സാക്ഷികൾ കൂറുമാറിയിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയ്ക്കുമായി.